ഹലോ ഹായ്. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഗേറ്റിൻ്റെ ഇടയിൽ വന്നൊരു കൊച്ച് മരിക്കുകയുണ്ടായിരുന്നു. എവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. നമുക്കതിനകത്ത് ഖേദമുണ്ട്. അതിനകത്ത് സംഭവിച്ചതെന്നാന്ന് ചോദിച്ചാൽ, ഫോട്ടോ സെല്ലുകൾ സാധാരണ വെക്കുന്നത് വീടിൻ്റെ ഗേറ്റ് വന്നിരിക്കുന്നതിൻ്റെ പുറംവശത്താണ്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ TX RX ട്രാൻസ്മിറ്റർ റിസീവർ എന്ന് പറഞ്ഞ ഇവിടെ ഒരെണ്ണം കൊടുക്കും. കൂടാതെ പില്ലറിൻ്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഇവിടെ ഒരെണ്ണം കൊടുക്കും. ഇതാണ് യൂഷ്വലി എല്ലാ ആൾക്കാരും ചെയ്തു വരുന്നത്. ആരുടെയും കുഴപ്പമില്ല, അങ്ങനെയാണ് ചെയ്തു വരുന്ന രീതി. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ സ്ലൈഡിങ് ഗേറ്റുകൾ വന്നടയുന്ന സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെ, ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്, അത് അടയുന്ന സാഹചര്യത്തിൽ ഭയങ്കര ടൈറ്റാണ്. ടൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ വരുമ്പോൾ ആളുടെ ബൈ മിസ്റ്റേക്കിൽ ഒരു കൊച്ചോ ഒരു കാറോ ഒരു ഹ്യൂമൻ ബീയിങ്ങോ വരുമ്പോൾ അതിൻ്റെ ഇടയിൽപ്പെട്ടാൽ ഫോട്ടോസിൽ ഇല്ലെങ്കിൽ അത് നമ്മളെ വെച്ച് ജാമാക്കളെ. അപ്പോൾ പുറത്ത് നമുക്ക് ഫോട്ടോസിൽ ഈ രീതി കൊടുക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, സെൻസ് ചെയ്ത് റിട്ടേൺ പോകും. പക്ഷേ അതിനകത്ത് ചോദിച്ചതിന് എന്നാ ചോദിച്ചാൽ അകത്ത് വരുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ അകത്ത് ഫോട്ടോസിൽ വെച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ, ഒരുപക്ഷെ യൂറോപ്പിലോ അറബ് രാജ്യങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ അതിന് വീഡിയോ കണ്ടിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന ആദ്യം കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഇപ്പോൾ റിട്ടേൺ പോയതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഗേറ്റ് അടയുന്ന സാഹചര്യത്തിൽ പുറത്തുള്ള ഫോട്ടോ സെല്ലുകൾ വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ പൂർണ്ണമായിട്ട് അടഞ്ഞ് കുറച്ചുകൂടെ എൻഡ് വന്നെങ്കിൽ പോലും ഒരാൾ നടന്ന് ചെന്ന് സെൻസ് ചെയ്ത് ഫോട്ടോ സെല്ല് സെൻസ് ചെയ്ത് ഗേറ്റ് റിട്ടേൺ പോകുന്നു. പിന്നെ ഗേറ്റ് എപ്പോഴും സ്ലോ സ്പീഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതായി അവസാനം ശേഷവും ഇപ്പോൾ ഈ കാണുന്ന പോലെ സ്പീഡ് കുറഞ്ഞ് സ്മൂത്തായിട്ടേ എൻഡ് ചെയ്യുള്ളൂ. അതാണ് എൻ്റെ രീതി. ഇപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്ഷൻ പറയുകയാണെങ്കിൽ, ഗേറ്റ് അടയുന്ന സാഹചര്യത്തിൽ അകത്തെ ഫോട്ടോസിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അകത്ത് നമ്മൾ ഈ പറഞ്ഞ TX RX എന്ന് പറയുന്ന ട്രാൻസ്മിറ്റർ റിസീവർ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഫോട്ടോസിൽ വെച്ച് കൊടുക്കും. എപ്പോഴും ഫോട്ടോസിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ പൊക്കെന്ന് പറഞ്ഞാൽ ഒരടിയായിരിക്കും. ഒരടി വെച്ച് കൊടുക്കുന്ന കാര്യം ഒരു കൊച്ചു നടന്നു വരികയോ ഒരു കാറിൻ്റെ ബോണറ്റോ ഒരു ബൈക്കിൻ്റെ വീലോ ഇതൊക്കെ കൺസിഡർ ചെയ്യാണ് ഒരടി കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുന്ന സാഹചര്യം ചോദിച്ചാൽ അകത്ത് ഫോട്ടോസിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന രീതിയിൽ ഗേറ്റ് ഫുള്ള് തുറന്ന് കഴിയുമ്പം 12 അടി നീളമുള്ളത്. ഇപ്പോൾ ഓൾറെഡി 12 അടി അവിടെ കഴിഞ്ഞെങ്കിൽ തുറക്കും 12 അടി വരും. അപ്പോൾ ഇവിടെ ഈ അടയുന്ന സാഹചര്യം ഒരു ഒബ്സ്ട്രക്ഷൻ വന്നാൽ അതുകൂടെ സെൻസ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ലെങ്കിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന രണ്ടാമത്തെ ഫോട്ടോ സെല്ലുകൾ തമ്മിലാണ് സെൻസ് ചെയ്ത് വരയ്ക്കുന്നത്. ഇപ്പോൾ കാണിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗേറ്റ് ഞാൻ ഞെക്കി ക്ലോസ് ചെയ്യുന്നു. ആ ക്ലോസ് ചെയ്യുന്ന ഗേറ്റ് ഇതിൻ്റെ ഈ 24 അടിക്കുള്ളിൽ നമ്മളിപ്പോൾ ഒരാൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കാണുന്ന വന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ സെൻസ് ചെയ്ത് ഗേറ്റ് റിട്ടേൺ പോകും. ഇപ്പോൾ ഒരു കൊച്ചാണെങ്കിലും ഈ ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുകൂടെ കവർ ചെയ്ത് വേണം അകത്തുള്ള ഫോട്ടോസെല്ല് വെക്കുമ്പം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അവിടെ ഞാനിപ്പം അകത്തുള്ള ഫോട്ടോസെല്ല് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ഫുള്ളി സ്ലോ സ്പീഡിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ റിമോട്ടിൽ ഇത് വർക്ക് ചെയ്യും. കൂടാതെ തന്നെ അതുപോലെ വീഡിയോ ഡോർ ഫോണിൽ വർക്ക് ചെയ്യും, ആപ്പ് ത്രൂ വർക്ക് ചെയ്യും, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന രീതി. ഗേറ്റ് നമ്മൾ ഫുള്ളി ക്ലോസ് ആകുന്നു. സ്ലൈഡിങ് ഗേറ്റ് മോട്ടറാണ്. 400 kg ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു മോട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് 1 മീറ്റർ റാക്ക് വെച്ച് വെൽഡ് ചെയ്ത് ആവശ്യമായിട്ട് ചെയ്തു. ഇപ്പോൾ കാണിക്കാൻ ഇപ്പോൾ അകത്താണെങ്കിൽ ഒരാളിങ്ങനെ ക്ലോസ് ചെയ്യുമ്പം ഈ ഒരു ആക്ഷനാണ് ആക്ച്വലി നമ്മളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ അവിടെ സംഭവിക്കാതെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു എൻട്രൻസ് ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് ന്യൂടെക് മീഡിയ സൊല്യൂഷൻ ആണ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.